Good evening to all. അപ്പോൾ നമ്മുടെ ക്യൂട്ടിയുടെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യൂട്ടിയുടെ സെക്കൻഡ് മൊഡ്യൂളാണ്. അതിൽ കോറിലേഷൻ എന്ന പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റിഗ്രഷൻ എന്ന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. റിഗ്രഷൻ ഇക്വേഷൻ ആയിട്ട് വരുന്ന എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ച്, എക്സ് തന്നാൽ അതിൽ നിന്ന് വൈ കണ്ടെത്തുന്നതും വൈ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എക്സ് കണ്ടെത്തുന്നതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് പോകാം. വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താണേ. ഓക്കെ, റെഡി. എന്നാ ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വോയിസ് ആയിട്ട് പറയണം കേട്ടോ, ഓക്കെ ആണോ എന്നുള്ളത്. എല്ലാവരും ഈ ഒരു ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. ബി വൈ എക്സ് ഈക്വൽ ടു, സ്ക്രീനും വോയിസും ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാണേ. സ്ക്രീൻ ഓക്കെ അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഹെഡിങ് അല്ലേ സാറേ? അല്ല, ഞാൻ പറയാം. ഇക്വേഷൻസില് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇക്വേഷൻ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇക്വേഷൻ ഇതാ, എല്ലാവരും നോക്കിയേ. എക്സ് ഓൺ വൈ കാൽക്കുലേറ്റ് ചെയ്യാന് എക്സ് മൈനസ് എക്സ് ബാർ, അല്ല എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ബി എക്സ് വൈ. ഇത് പ്രത്യേകം ഒന്ന് ഓർത്ത് വെക്കണേ. ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അതിൽ ബി എക്സ് വൈ കാണാൻ ഈ ഒരു ഇക്വേഷൻ ആണ്, അത് വെച്ച് നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വൈ ഓൺ എക്സ് കാണുമ്പോൾ ഇതേപോലെ തന്നെ വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. അവിടെ ബി വൈ എക്സ് കാണേണ്ട ഇക്വേഷനും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ബി എക്സ് വൈയും ബി വൈ എക്സും നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിൽ തരുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതാണ് ഇനി നമ്മൾ പറയുന്നത്. അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയാറുണ്ട്. ആദ്യ സമയത്ത് മീൻസ് കുറച്ച് മുമ്പൊന്നും ഇത്, ഇപ്പോ റീസെന്റ് ആയിട്ട്, ഇപ്പൊ കഴിഞ്ഞ ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യ സമയത്തൊന്നും ഇത് ഞാൻ എടുക്കാറില്ല. ഇപ്പോ അത് ചോദിക്കാറുണ്ട്. പലപ്പോഴും 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷെ സിമ്പിൾ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഒന്നുമില്ല, അത് നമ്മൾ പുതിയ സാധനം ഒന്നല്ല, ഓൾറെഡി നമ്മൾ പഠിച്ചത് തന്നെയാണ്. എല്ലാവരും ഈ ഒരു ഇക്വേഷൻ ഒന്ന് എഴുതിയെടുക്കുക. വൈ എക്സ് ബി ആർ ഇൻറ്റു y divided by standard deviation x. bxy ഒറ്റ ഹലോ, വോയിസ് ഇപ്പൊ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് പറയാവോ? ഓക്കെ, റെഡി. ഇനി പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാവേ. വോയിസും സ്ക്രീനും കാണുന്നുണ്ടോ? അപ്പോ വോയിസും സ്ക്രീനും ഓക്കെ ആണോ? ഓക്കെ, റെഡി. ഓക്കെ, എന്നാ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് നിങ്ങളൊന്ന് എഴുതിയെടുക്കണം. ബി വൈ എക്സ് അതുപോലെ ബി എക്സ് വൈ, ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ ഇക്വേഷൻ പറഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഈ ബി വൈ എക്സും ബി എക്സ് വൈയും കാണേണ്ട മറ്റൊരു ഇക്വേഷനാണ് ബി വൈ എക്സ് അതുപോലെ ബി എക്സ് വൈ. അത് കാണേണ്ട മറ്റൊരു ഇക്വേഷനാണ് ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയാം, സിഗ്മ എന്ന് പറയാം കേട്ടോ, രണ്ടും പറയാം.
സിഗ്മ വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ്. അതുപോലെ തന്നെ ബി എക്സ് വൈ കാണേണ്ട ഇക്വേഷന് ആർ ഇൻറ്റു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ വൈ. നിങ്ങൾ വേറൊരു സിഗ്മ പഠിച്ചിട്ടുണ്ടാവും, ഈ ഒരു സിഗ്മ കേട്ടോ, ടോട്ടൽ എന്നതിന്റെ സിഗ്മ, ഇതിനും സിഗ്മ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നൊക്കെ പറയാറുണ്ട്. സിമ്പിൾ ആണ്, ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, കാരണം ബി വൈ എക്സും ബി എക്സ് വൈ ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തരും, നമുക്ക് അത് അപ്ലൈ ചെയ്യാന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. ഒന്ന് നോക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? വോയിസും സ്ക്രീനും ഒക്കെ അല്ലേ? റെഡി. നോക്കിയേ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അരിത്തമെറ്റിക് മീന് ശ്രദ്ധിച്ചോളെ, മീൻ 36, എക്സിന്റെ മീന് 36, വൈയുടെ മീന് 85. ഈ മീനിന് നമ്മൾ എന്തോന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, ഏതോ ഒരു ചിഹ്നം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് പറയാൻ പറ്റുമോ? എക്സ് മീൻ എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയാം? എക്സ് ബാർ. യെസ്, വെരി ഗുഡ്. എക്സിന്റെ മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്, ഓൾറെഡി നമുക്കറിയാം. വൈയുടെ മീൻ എന്നുള്ളതിന്റെ അർത്ഥം വൈ ബാർ ആണ്. അതായത് എക്സ് ബാറും വൈ ബാറും ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്യേണ്ടായിരുന്നു, പക്ഷെ ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, നമുക്ക് പണിയൊന്നുമില്ല. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതാണ് ഞാൻ തൊട്ട് മുകളിൽ പറഞ്ഞ സിഗ്മ എന്ന് പറയുന്നത്, അഥവാ സിഗ്മ എക്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് എന്ന് പറയുന്നത് 11 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നോക്കിയേ, കോറിലേഷൻ കോഎഫിഷ്യന്റ്, കോറിലേഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ് സ്മോൾ ലെറ്റർ ആർ. അതും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സ്മോൾ ലെറ്റർ ആർ കോറിലേഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 0.66. അതിനർത്ഥം ആർ, സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് 0.66 ആണ്. മിനിറ്റ്, കേട്ടോ, എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഇങ്ങനെ സ്ക്രീൻ വെച്ചാൽ കാണോ? നിങ്ങൾക്ക് എഴുതിയെടുക്കാനൊക്കെ പറ്റുമോ? നോക്കിയേ, പറ്റുമോ? ഫുൾ സ്ക്രീൻ ആക്കാണ്ട് ചെയ്താൽ കഴിയുമോ? ഒന്ന് വോയിസിൽ പറഞ്ഞാണേ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, റെഡി. നിങ്ങൾക്ക് എന്തോ സ്ലൈഡ് ഷോ കൊടുക്കുന്നുണ്ടോ ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. ഓക്കെ, റെഡി. അപ്പൊ നമുക്കറിയാം അരിത്തമെറ്റിക് മീന് അഥവാ എക്സ് ബാർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതുപോലെ വൈ ബാർ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ കോറിലേഷൻ കോഎഫിഷ്യന്റ് അഥവാ സ്മോൾ ലെറ്റർ ആർ, അതാണ് ഈ പറഞ്ഞ 0.66 എന്ന് പറയുന്നത്. അതും നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. ഇനി ഇത് വെച്ചിട്ട് ഇതാ ഫൈൻഡ് 2 റിഗ്രഷൻ ഇക്വേഷൻ, നമ്മളോട് റിഗ്രഷൻ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, അത് ചെയ്യേണ്ട രൂപം, മെത്തേഡ് ഞാനൊന്ന് പറയാണേ, ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ എല്ലാവരും. ഒറ്റ മിനിറ്റ് കേട്ടോ, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഒറ്റ മിനിറ്റ്, ഒന്ന് വെയിറ്റ് ചെയ്യാവേ. യെസ്, അപ്പോ ഞാൻ ഒന്നും കൂടെ പറയാണേ. നമുക്ക് ബി വൈ എക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, സോറി, അതായത് എക്സ് ബാർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വൈ ബാർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, എക്സ് ബാർ 36 നമുക്കറിയാം, അതുപോലെ തന്നെ വൈ ബാർ 85, ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ്, സിഗ്മ എക്സ് എന്നാട്ടോ നമ്മൾ എഴുതുക. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ, ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ
കോറിലേഷൻ കോഎഫിഷ്യന്റ് അഥവാ സ്മോൾ ലെറ്റർ R നമുക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളോട് ചോദിക്കാണേ, ഇത് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ പെട്ടെന്ന് ഒന്ന് എഴുതിയെടുക്കണേ. ഇത് വെച്ച് നമുക്ക് BYX കണ്ടെത്തിക്കൂടെ? നോക്കിയേ BYX നമ്മൾ മറ്റേ വലിയൊരു ഇക്വേഷൻ ഒക്കെ എഴുതിയിട്ട് ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പണി ഒന്നും ഇവിടെ അല്ലേ, ഞാൻ ഇവിടെ ഒന്ന് ചെയ്യാൻ പോവാണേ, നിങ്ങൾ എൻ്റെ ഒപ്പം ഒന്ന് ചെയ്യാം കേട്ടോ. BYX കാണാൻ R നമുക്കറിയാം 0.66 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് സ്മോൾ ലെറ്റർ R എന്ന് പറയുന്നത്. R ഇൻറ്റു പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ Y ഒന്ന് പറയാൻ പറ്റുമോ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ Y എത്രയാണ്? 8. യെസ്, വെരി ഗുഡ്, 8 ആണ്. താഴെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സിലെ അത് നമുക്കറിയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് എന്ന് പറയുന്നത് 11 ആണ്. ഇനി ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കുക. ആദ്യം നിങ്ങള് 0.66 ഇൻറ്റു 8 ചെയ്യാട്ടോ. 0.66 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 11 ഒന്ന് ചെയ്ത് നോക്കേ. 0.66 ഇൻറ്റു 8 ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 11 കൊടുക്കാം. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്ത് ചെയ്യാ അറിയോ? 8/11 ചെയ്യുക. കിട്ടുന്ന ആൻസറിന് ഇൻറ്റു 0.66 ചെയ്യുക. നിങ്ങളെ ഇഷ്ടം കേട്ടോ. 8/11 ആദ്യം ചെയ്യാം, അപ്പൊ ഒരു പോയിന്റ് ഫിഗർ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതേ ഇൻറ്റു 0.66 ചെയ്യാം. രണ്ട് മെത്തേഡും ചെയ്യാം കേട്ടോ. ഒന്ന് പറഞ്ഞാണിയേ. 8/11 ആദ്യം ചെയ്യാം, ഇൻറ്റു 0.66. ആൻസർ എത്ര കിട്ടിയേ? 0.72. 0.72. ഓക്കെ, 0.72. അപ്പൊ BYX കിട്ടി. ഇത്രേ ഉള്ളൂ കേട്ടോ. BYX നമുക്ക് കിട്ടി. സിമ്പിൾ. ഒന്നും ആലോചിച്ച് നോക്കിയ തൊട്ട് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്തിരുന്നു? വലിയൊരു ഇക്വേഷൻ ഒക്കെ വെച്ച് അതില് മറ്റേ കോളൊക്കെ തയ്യാറാക്കിയിട്ടൊക്കെ ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്തിരുന്നു. ആ പണിയൊന്നുമില്ല. ജസ്റ്റ് R കോറിലേഷൻ കോഎഫിഷ്യന്റ്. ആ പറഞ്ഞോളൂ. 8/11 എന്നുള്ളതാണ് ഞാൻ 0.72 പറഞ്ഞത്. ടോട്ടൽ ആൻസർ 0.48 ആണ്. സോറി, നിങ്ങൾക്ക് ടോട്ടൽ ആൻസർ ആണ് 8/11 0.72. ഓക്കെ, എന്നാ 0.72 ഇൻറ്റു 0.66 അത് എത്ര കിട്ടിയെന്ന് പറഞ്ഞേ? 0.48. ഓക്കെ, 0.479 അല്ലേ? ആദ്യം 0.48 ആണ്. ഓക്കെ, റെഡി ഓക്കെ. 0.48. ഓക്കെ, റെഡി. 0.48 ഇത് ചെയ്യേണ്ട മനസ്സിലായല്ലോ അല്ലെ? 8/11 ചെയ്യാം, അപ്പൊ 0.72 കിട്ടും. അതേ ഇൻറ്റു 0.66 ചെയ്യാം, അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ 0.48 എന്ന് കിട്ടും. ഓക്കെ, റെഡി. ഇനി അതേപോലെ BXY എന്ന് കാണാം കേട്ടോ. നോക്കുക, R ഇൻറ്റു R എന്ന് പറഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് 0.66 അല്ലെ? അതിൽ മാറ്റൊന്നുമില്ല, അത് രണ്ടിലും തന്നെയാണ് കേട്ടോ. 0.66 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ X. ഇവിടെ X ആണ് കേട്ടോ മുകളില്. നേരത്തെ എഴുതിന്റെ തല തിരിച്ചിടാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ X എത്രയാണെന്ന് പറയാവോ? പറയും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ X എത്രയാണ്? യെസ്, 11 ആണ്. യെസ്. താഴെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ Y എന്ന് പറയുന്നത് 8 ആണ്. എന്റെ ഒപ്പം തന്നെ എഴുതാം കേട്ടോ. ഇനി ഇതൊന്ന് ചെയ്താണ്, എനിക്ക് ഫൈനൽ ആൻസർ തന്നാൽ മതി കേട്ടോ. ഫൈനൽ ആൻസർ അതായത് 11/8 ചെയ്യാം, ഇൻറ്റു 0.66 ചെയ്യാം, എന്നിട്ട് ഫൈനൽ എത്ര കിട്ടിയെന്നൊന്ന് പറയാവോ? 90 വരാണെങ്കിൽ 0 എഴുതേണ്ട ആവശ്യമില്ല, എഴുതിയാൽ കുഴപ്പമില്ല കേട്ടോ. 0.90 കിട്ടി. നോക്കിയേ, 48 കിട്ടി. BXY 0.90 കിട്ടി. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, അതിൽ മാറ്റൊന്നുമില്ല. നോക്ക് എല്ലാവരും ഇവിടെ നോക്കിയേ. ഇതാ, അപ്പൊ നമ്മൾ ചെയ്തു. BYX നമുക്ക് 0.48 കിട്ടി. അതുപോലെ തന്നെ BXY നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു 0.90. 0.90 കഴിഞ്ഞിട്ട് ഏതാ ലെറ്റർ? 75. ആ 0.90 ചെയ്തിട്ടാണ് 0.91 എഴുതിയിരുന്നത് കേട്ടോ. നിങ്ങൾ 0.9 നടന്നത് പോയിന്റിന് ശേഷം വരുന്ന മാറ്റത്തിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല.
അപ്പൊ ബി വൈ എക്സും ബി എക്സ് വൈ നമുക്ക് കിട്ടി. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ബി എക്സ് വൈയും ബി വൈ എക്സും കിട്ടിയത് തൊട്ട് മുമ്പിൽ ചെയ്ത ഈ ഒരു ഇക്വേഷൻ സാറേ 0.66 എങ്ങനെ അല്ലേ കിട്ടിയെന്ന് പറയൂ. തന്നിട്ടുണ്ട്. ഇതാ നോക്കി, ഇത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ 0.66 ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒക്കെ ക്വസ്റ്റ്യനിൽ തരും, നമുക്ക് ജസ്റ്റ് അത് അപ്ലൈ ചെയ്യാൻ മാത്രം. അപ്പോ ഇനി ബി വൈ എക്സും ബി എക്സ് വൈയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യം ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. നോക്കുക, വൈ ഓൺ എക്സ്, ഇവിടെ ആദ്യം വൈ ഓൺ എക്സ് നമുക്കറിയാം, y മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് നമുക്കറിയാം മീന്, വൈ ബാർ നമുക്കറിയാം വൈയുടെ മീന്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കി നോക്കി നോക്കി, എക്സ് ബാർ 36 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വൈ ബാർ 85 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമ്മുടെ ഇക്വേഷൻ ഒക്കെ പഴയത് തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. അവിടെ നേരിട്ട് വാല്യൂസ് ഇങ്ങനെ കൊടുക്കുക. വൈ ബാർ ഇതാ 85 കൊടുത്തു. ബി വൈ എക്സ് നമ്മളിപ്പോ കാൽ വെച്ചു 0.48 എന്നുള്ളത്. പിന്നെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 36, അത് ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. അവിടെ ഓൾറെഡി 36 എന്ന് തന്നിട്ടുണ്ട്, എക്സ് ബാർ തന്നിട്ടുണ്ട്. ഇനി അതിന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. അറിയാലോ, ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ഒഴിവാക്കണം. ഇത് ഞാൻ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ബ്രാക്കറ്റ് ഒഴിവാക്കണമെങ്കിൽ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളതും പുറത്തുള്ളതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ബ്രാക്കറ്റ് ഒഴിവാക്കും പ്ലസ് 67.72 എന്ന് കിട്ടും. ഇതുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ഓടിച്ചു പറയാം. എക്സ് ഓൺ വൈ കാണാൻ എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഓൾറെഡി നമുക്ക് ഇക്വേഷൻ അറിയാം. ഇനി എക്സ് ബാർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 36. ബി എക്സ് വൈ നമ്മളിപ്പോ കണ്ടെത്തി 0.90. പിന്നെ വൈ മൈനസ് വൈ ബാർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 85. മെത്തേഡ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ? ആദ്യം നമ്മൾ ആ മൈനസ് 36നെ സംബന്ധിച്ചിടത്തോളം 36 ആവും. അത് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ മെത്തേഡില് വീണ്ടും ഈ മെത്തേഡിൽ ഒരു മാറ്റവും അല്ല, ബി എക്സ് വൈയും ബി വൈ എക്സും കാണാന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക. ഒന്നും കൂടെ സിമ്പിൾ ആണ്, നമ്മൾ നേരത്തെ ചെയ്ത അത്രത്തോളം ഒന്നും. ഇതൊന്ന് ഓടിച്ചു പറഞ്ഞതാണ്. കിട്ടിയോ? ബാക്കി നോട്ടിനാ നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ആണ്, ഞാൻ വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. എക്സ് കാണാൻ ഈ ഇക്വേഷൻ ആണ്. ഇക്വേഷനിലെ എല്ലാ സാധനങ്ങളും 6 ക്വസ്റ്റ്യനിൽ തരും. സിഗ്മ വൈ മതി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വോയിസിൽ പറയട്ടോ. ചെറിയൊരു ഐഡിയ കിട്ടിയല്ലോ അല്ലെ? ബാക്കി ഡൗട്ട് ഉണ്ടാവും, നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ഈ നോട്ട് ഞാനൊന്ന് അയച്ചു തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പറയാം. അടുത്ത ക്ലാസ് ഞാൻ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൽ 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടുത്താണേ. ഇതൊക്കെ യൂണിവേഴ്സിറ്റി എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് അയച്ചിരുന്നുണ്ട്, നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യണം, നിർബന്ധമായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ഇത് ഇതാ 4 വെയിറ്റേജ്. കുറച്ച് മുമ്പ് ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് വെയിറ്റേജ് ആയിരുന്നു കേട്ടോ. 4 വെയിറ്റേജ് പറഞ്ഞാലാണ് എസ് എ ക്വസ്റ്റ്യൻ, അതായത് 16 മാർക്കിനാണ് എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാ, ഫ്രം ദ ഫോളോയിങ് ഡാറ്റ 2 റിഗ്രഷൻ ലൈൻസ്. ഇത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 റിഗ്രഷൻ ലൈൻസ്. ഈ ലൈന് ചോദിക്കുമ്പോൾ കുറെ കുട്ടികൾ മറ്റേ സ്കെയിലും പെൻസിലൊക്കെ എടുത്ത് കുറെ ലൈനൊക്കെ വരക്കണാണ്. ഇത് ലൈന് വരക്കാനല്ല ഉദ്ദേശിച്ച് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും കണ്ടെത്താനാണ് ചോദ്യം. അപ്പോൾ എക്സ് വൈ ഡാറ്റ തന്നിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യുക? എക്സ് ഓൺ വൈ വൈ ഓൺ എക്സും ചെയ്യുക. ഇത് നമ്മൾ പഴയ മെത്തേഡ് ആട്ടോ, നമ്മളെ ഐക്വേഷനൊക്കെ വെച്ച് ചെയ്യേണ്ട മെത്തേഡാണ്. ഇത് വേറൊരു എക്സാമിന് ചോദിച്ചതാണ്, അഥവാ അന്ന് 16 മാർക്കിനായിരുന്നു എസ് എ കേട്ടോ. എസ് എക്ക് ചോദിച്ചതാണ്. ഇതൊന്നും കൂടെ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ഒബ്റ്റെയിൻ ഇക്വേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ കുഴപ്പമൊന്നുമില്ല. എക്സ് ഓൺ വൈ വൈ ഓൺ എക്സും. ഇനി റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാലും ലൈൻ എന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും ചെയ്യുക എന്നുള്ളതാണ്.
ഇനി ഇത് വേറൊരു 5 മാർക്കിന് ചോദിച്ചതാണ് കേട്ടോ. വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. അതിൽ ആകെ ഒന്നേ ചോദിച്ചിട്ടുള്ളൂ. ഇതിന്റെ അസുഖം പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. അതില് X1Y മാത്രം കാണാൻ വേണ്ടിയിട്ടാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് റിഗ്രഷൻ. ഇതോടുകൂടെ നമ്മുടെ റിഗ്രഷൻ എന്നുള്ള ഭാഗവും കഴിഞ്ഞു. അപ്പൊ റിഗ്രഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 പോയിന്റ്. ഒന്ന് നമ്മൾ X1Y Y1X ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ടത്. രണ്ടാമത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ള ഭാഗം. ഇന്ന് നമ്മൾ പറഞ്ഞ ആ ഒരു മെത്തേഡ്. ഈ 2 രൂപത്തിലും ക്വസ്റ്റ്യൻ കാണാറുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിക്കുകയാണെങ്കിൽ 5 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. ഇക്വേഷൻ എസ്സേക്കാണ് ചോദിക്കാറുള്ളത്. അപ്പൊ കോറിലേഷനോ റിഗ്രഷനോ ഉറപ്പായിട്ടും ഒരു എസ്സേ ഉണ്ടാവും. ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും എടുത്ത് നോക്കിക്കോളൂ. ഒന്നെങ്കിൽ കോറിലേഷൻ അല്ലെങ്കിൽ റിഗ്രഷൻ, രണ്ടും മാറി മാറി വരാറുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് കോറിലേഷൻ ആണ്. റിഗ്രഷനേക്കാളും കോറിലേഷൻ ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയുന്നുണ്ട്, ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും നിങ്ങൾ പക്ക പഠിച്ചാൽ പാസ് ആവാനുള്ളത് ഈ 2 മൊഡ്യൂളിൽ നിന്ന് കിട്ടും. മാർക്ക് സ്കോർ ചെയ്യാൻ നടക്കൂല, നിങ്ങൾക്ക് പാസ് ആവാനുള്ളത് ഈ 2 മൊഡ്യൂളിൽ നിന്ന് മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതിൽ തിയറി പ്രോബ്ലം. ഓക്കെ, അപ്പോ ഇതോടുകൂടെ ഈ മൊഡ്യൂൾ അവസാനിക്കുകയാണ്. ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ, ഞാൻ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതോടുകൂടെ സെക്കൻഡ് മൊഡ്യൂൾ